ഫിലോമിന ജോർജ് എടക്കൊച്ചി. എൻ്റെ കൃഷി കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഗോൾഡൻ സീതപ്പഴമാണ്. ഇത് മേടിച്ച് ഒരു കുഞ്ഞി തൈ നട്ട് ഇപ്പോൾ ഒരു വർഷമായി. ഇപ്പോൾ കാ പിടിച്ചു, നല്ല അടിപൊളി ഗ്രോത്ത് ഉണ്ട്. പിന്നെ ഇതെൻ്റെ കടച്ചക്കയാണ്. ഇതും ഇതുപോലെ എനിക്ക് 2 കടച്ചക്ക കിട്ടി. ചെറിയ തൈ വാങ്ങിച്ചതാണ്. ഇപ്പോൾ പൂവ് കാ പിടിച്ചിട്ടുണ്ട്, വളരെ മനോഹരമായിട്ട് നിൽക്കുന്നു. പിന്നെ ഇത് എൻ്റെ അനാറാണ്. അതും കുരു തന്നെ പിടിച്ച് മുളച്ചു വന്നതാണ്. ഇതെൻ്റെ പൊന്നാങ്കണ്ണി ചീരയാണ് ഈ നട്ടിരിക്കുന്നത്. ഞാനിടയ്ക്ക് കറി വെക്കാറുണ്ട്. ഇത് എൻ്റെ സ്റ്റാർ ഫ്രൂട്ടാണ്. ഇപ്പോൾ ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തിയേക്കണേ. ഒത്തിരി ഞങ്ങൾക്ക് കിട്ടി. അതുപോലെ ഇത് അന്നാരച്ചക്കയാണ്, പൈനാപ്പിള്. ഇതിൽ നിന്ന് ഞങ്ങൾക്ക് കായ്ഫലം കിട്ടി, നല്ല ടേസ്റ്റി ആയിരുന്നു. ഇതെൻ്റെ തായ്ലാൻഡ് ജാമ്പയാണ്. ഒരു പ്രാവശ്യം കിട്ടി, ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കായ്ച്ചില്ല. എങ്കിലും 10-15ഓളം കാ കിട്ടി, വളരെ ടേസ്റ്റായിരുന്നു. ഇതെൻ്റെ ചിക്കുവാണ്. ചിക്കു എനിക്ക് ഒത്തിരി കിട്ടി. മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുവാനായിട്ട്, എൻ്റെ നെയ്ബേഴ്സിനൊക്കെ കൊടുക്കുവാനിടയായി. പിന്നെ ഇത് എൻ്റെ ഒടിച്ചൂത്തി നാരകമാണ്, കുരുവില്ലാത്തത്. നമുക്ക് ജ്യൂസായിട്ട് ഉപയോഗിക്കാം. അതും ഒത്തിരി കിട്ടി. ഇതെൻ്റെ കുമ്പളമാണ്. കുമ്പളം എനിക്ക് കിട്ടി, നെയ്ക്കുമ്പളം. ഇത് എൻ്റെ ഇലന്തൽപ്പഴം, ബേറാപ്പിൾ എന്ന് പറയും. അതും ഒത്തിരി കിട്ടിയായിരുന്നു, നന്നായിട്ട് കായ്ഫലം ഉണ്ടായി. ഇത് മിറാക്കിൾ ഫ്രൂട്ടാണ്. ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ വരെ നമ്മൾ എന്ത് കഴിച്ചാലും, പുളിയുള്ള എന്ത് കഴിച്ചാലും കടും മധുരമായിരിക്കും. പിന്നെ പച്ചമുളക്. പിന്നെ ആ കാണുന്നതാണ് ചോളം, ഞാൻ കുരുവാകി പിടിപ്പിച്ചതാണ്. ഇത് ചേനയുടെ വിത്തുകൾ നമ്മൾ ചേന വാങ്ങിച്ചിട്ട് അത് പച്ചക്കറി വേസ്റ്റിൽ അത് കൊണ്ടുവന്ന് ഇടുമ്പോൾ തനിയെ പിടിച്ചു വരുന്നതാണ്. ഇത് അതുപോലെ തന്നെ ബുഷ് ഓറഞ്ചാണ്, നല്ല ഫ്ലേവറാണ്. ഇത് നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ഒരു ഫ്രഷ് ലൈമായിട്ട് ഗസ്റ്റൊക്കെ ആരെങ്കിലും വന്നാൽ നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാം, നല്ല ടേസ്റ്റിയാണ്. എനിക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം ഒരു കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന പോലെയാണ് ഞാനിതെല്ലാം പരിപാലിച്ചെടുക്കുന്നത്. എനിക്ക് ഒത്തിരി നമ്മൾ അധ്വാനിക്കുമ്പോൾ അതിൻ്റേതായ ഫലം കിട്ടുമ്പോൾ, അത് മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു സാറ്റിസ്ഫൈഡ് വേറെ ഒന്ന് തന്നെയാണ്. വളരെ സന്തോഷമാണ്. ഇങ്ങനെയെല്ലാം ചെയ്യുവാനായിട്ട് നമുക്ക് ദൈവം തന്ന ആരോഗ്യത്തിന് നന്ദി പറയാണ്, ചെയ്യുവാനുള്ള ബുദ്ധി ദൈവം തന്നതിനും നന്ദി പറയാണ്. പിന്നെ ഇത് വേപ്പാണ്. നമുക്ക് പെട്ടെന്ന് വന്ന് കറിയിലൊക്കെ ഉപയോഗിക്കാം. നല്ല ഫ്രഷ് വേപ്പാണ്. ഇപ്പോഴെല്ലാം മരുന്നടിച്ച് വരുന്നതാണല്ലോ, അപ്പോൾ ഇത് നമുക്ക് ഫ്രഷായിട്ട് ഉപയോഗിക്കാം. ഇത് ഞാൻ തായ്ലാൻഡ് പേര കഴിച്ചിട്ട് കുരുവിട്ടിട്ട് അത് പിടിച്ച് പൊങ്ങിയിട്ട് അതിൻ്റെ കമ്പെടുത്തിട്ട് ഞാൻ പിടിപ്പിച്ചതാണ്, ബോൺസായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇതെല്ലാം എൻ്റെ വെണ്ടക്ക ഞാൻ വിത്തുപാകി പിടിപ്പിച്ചാണ്. ഒത്തിരി വെണ്ടക്ക എനിക്ക് കിട്ടി, ആനക്കൊമ്പൻ വെണ്ടക്ക. കാരണം നമ്മൾ ഓരോ ഗ്രോ ബാഗിൽ പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കറിക്കുള്ളത് കിട്ടും. ഇപ്പോൾ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതും അനാറാണ്, ഞാൻ തിന്നിട്ട് കുരുവിട്ട് പിടിച്ചതാണ്. ഇതെല്ലാം ആനക്കൊമ്പൻ വെണ്ടത്തൈകളാണ്.
ഇതെൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇത് ഞാൻ മറ്റുള്ളവർക്ക് ഇതിൻ്റെ കമ്പൊക്കെല്ലാം ഒടിച്ചു കൊടുക്കും, കാരണം എല്ലായിടത്തും ഉണ്ടാകട്ടെ. അത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫൈഡ് വേറെ ഒന്ന് തന്നെയാണ്. ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു റെഡാണ് ഇത്. ഇത് ഞാൻ വാങ്ങിച്ച അനാറാണ്. ഇത് മദർ പ്ലാന്റ് ആണിത്. ഇതിൽ ഉണ്ടായിരുന്നു, ഞാൻ കഴിച്ചായിരുന്നു, ടേസ്റ്റായിരുന്നു. ഇത് എൻ്റെ ഏത്തവാഴയാണ്, എനിക്കുണ്ടായിരുന്നു. പിന്നെ ഇത് പിന്നെ ജാക്ക് ഫ്രൂട്ട് നമ്മൾ വിയറ്റ്നാം മേളി ആദ്യം മേടിച്ചത്, അത് ശരിയായില്ല. രണ്ടാമത് ഞാൻ പിടിപ്പിച്ചെടുക്കുകയാണ്. ഇതെല്ലാം പപ്പായയാണ്, റെഡ് ലേഡി പപ്പായയാണ്. കാവ് പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. ഇത് എൻ്റെ അവക്കാഡോ ആണ്. അവക്കാഡോ നല്ല അടിപൊളിയായി ഗ്രോത്ത് ഉണ്ട്. കായ് വന്നിട്ടില്ല ഇതുവരെ. ഇത് സ്റ്റാർ ഫ്രൂട്ടാണ്. ഇതെല്ലാം എൻ്റെ ആനക്കൊമ്പൻ വെണ്ടയാണ്. ഇതെല്ലാം ഞാൻ കഴിച്ചിട്ട് മാങ്ങയുടെ കുരുവിട്ടിട്ട് ഇത് പിടിച്ചതാ. നല്ല വിദേശീയ മാങ്ങയാണിത്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പിന്നെ ഇതാണ് എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൽ ഉണ്ടായി കിടക്കണ ഫ്രൂട്ട്. എനിക്ക് 2-3 കിട്ടിയായിരുന്നു, റെഡായിരുന്നു. ഇത് ചോളം പിടിച്ചു തന്നെയാണ്, ഗ്രോത്ത് ഉണ്ട്. നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കണ പോലെ ഇവരെ നോക്കി ടെറസെല്ലാം വൃത്തിയായി അടിച്ച് നല്ല സൂക്ഷിച്ചാൽ ടെറസിനും കംപ്ലൈൻ്റ് ഇല്ല. ഇത് പൂവൻ വാഴയാണ്, ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു, ഞങ്ങൾ കഴിച്ചായിരുന്നു, ടേസ്റ്റായിരുന്നു. ഇത് ചോളം ഗ്രോത്ത് ഉണ്ട്, പിടിച്ചു വരികയാണ്. ഇത് എൻ്റെ ചേനയാണ്. ഇത് കപ്പ. ഇത് നാരങ്ങയാണ്. എന്ത് നാരകമാണെന്ന് അറിയത്തില്ല. കുരു ഇട്ടിട്ട് തന്നെ പിടിച്ച് കുഞ്ഞിപ്പൊടി തൈ വന്നിട്ട് ഞാനത് നന്നായിട്ട് എടുത്ത് വേറെ ഇതിലേക്ക് നട്ടപ്പോൾ അത് നല്ല ഗ്രോത്തായിട്ട് വരുന്നുണ്ട്. ഇത് വരുമ്പോൾ അറിയാം ചെറുനാരങ്ങയാണ് ഓറഞ്ചാണെന്ന് അറിയത്തില്ല. ഇതെൻ്റെ വാഴയാണ്, മറ്റേ ചിങ്ങമ്പഴമൊക്കെയാണെന്ന് തോന്നണ്, വരുമ്പോൾ അറിയാം. ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ടെറസിലെ കാഴ്ചകൾ. എല്ലാവരും ഇത് ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ലൈക്ക് അടിക്കണം താഴ്മയോടെ നിങ്ങളോട് പറയുന്നു. വീണ്ടും നല്ല പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കടന്നു വരാം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഫിലോമിന ജോർജ്, പെന്തക്കോസ്ത് എടക്കൊച്ചി. ശരി, എന്നാൽ ഓക്കെ.